വീഡിയോ കാണുന്നതിന് മുൻപ് ഇന്നത്തെ കേരള ഗുജറാത്ത് മൂന്നാം ദിനം മാച്ച് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാച്ചിന്റെ ലൈവ് ലിങ്ക് തരുന്നതായിരിക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ കേരളത്തിന്റെ മികച്ച ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനെതിരെ ശക്തമായ മറുപടിയുമായിട്ടാണ് ഗുജറാത്ത് ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്നത്. മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ വെറും ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസാണ് അവർ നേടിയത്. ഓപ്പണർ പ്രിയങ്ക് പാഞ്ചാലിന്റെ സെഞ്ചുറിയും സഹ ഓപ്പണർ ആര്യദേശയുടെ അർദ്ധ സെഞ്ചുറിയുമാണ് മൂന്നാം ദിനം ഗുജറാത്തിന് കരുത്തായത്. കേരളം ക്ഷമയോടെ ഇന്നിംഗ്സ് കെട്ടിപ്പടുത്ത പിച്ചിൽ താരതമ്യേന വേഗത്തിലായിരുന്നു ഗുജറാത്തിന്റെ സ്കോറിംഗ്. മൂന്നാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ 200 പന്തിൽ നിന്ന് ഒരു സിക്സും 13 ബൗണ്ടറിയും അടക്കം 117 റൺസുമായി പുറത്താകെ നിൽക്കുന്ന പാഞ്ചാലിനൊപ്പം 30 റൺസുമായി മനൻ ഹിംഗ്രാജിയാണ് ക്രീസിൽ. കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറിൽ നിന്ന് 235 റൺസ് മാത്രം പിന്നിലാണ് ഗുജറാത്ത്. 118 പന്തുകൾ നേരിട്ട് ഒരു സിക്സും 11 ബൗണ്ടറിയും അടക്കം 73 റൺസ് എടുത്ത ആര്യദേശയുടെ വിക്കറ്റാണ് ഗുജറാത്തിന് നഷ്ടമായത്. നേരത്തെ കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സ് 457 റൺസിൽ അവസാനിച്ചിരുന്നു. 187 ഓവറുകളോളം നീണ്ടതായിരുന്നു കേരളത്തിന്റെ ഇന്നിംഗ്സ്. കേരളത്തിന്റെ 10 താരങ്ങളെ എറിഞ്ഞു വീഴ്ത്താൻ ഗുജറാത്തിന് 1122 പന്തുകൾ എറിയേണ്ടി വന്നു. കേരള നിരയിൽ അസ്രുദ്ദീൻ 170 റൺസുമായി ടോപ്പ് സ്കോററായി. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.